ഹൗ ഡു വി ക്യാപിറ്റലൈസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. എങ്ങനെയാണ്, ഹൗ ഡു വി സീസ് ഓൺ ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ഫോർജ് എ സക്സസ്ഫുൾ കരിയർ ഇൻ ടെക് ഇൻഡസ്ട്രിയിൽ ഒരു നല്ല സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം? അതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, ലെറ്റ്സ് എക്സ്പ്ലോർ. ഈ ക്ലൗഡ് നേറ്റീവ് മീൻ സ്റ്റാക്കിന്റെ ഫൗണ്ടേഷണൽ പില്ലേഴ്സ്, അത് പ്രധാനമായും 2 എലമെന്റ്സ് ആണ്. ഒന്ന് മീൻ സ്റ്റാക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയാവുന്ന പോലെ മീൻ സ്റ്റാക്ക്. രണ്ടാമത്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഈ 2 ഗ്രൗണ്ട് ബേസ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷണൽ പില്ലേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിൽ സംസാരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ സ്റ്റാക്ക്? മീൻ സ്റ്റാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ MongoDB, M സ്റ്റാൻഡ്സ് ഫോർ MongoDB. MongoDB എന്ന് വെച്ചാൽ ഒരു ഡോക്യുമെന്റ് ഡാറ്റാബേസ് ആണ്. ഡോക്യുമെന്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു NoSQL ഡാറ്റാബേസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ട്രഡീഷണൽ ആയിട്ട് SQL ഡാറ്റാബേസ് ആണല്ലോ, റിലേഷണൽ ഡാറ്റാബേസസ്. Oracle, SQL Server, MySQL, അതുപോലെ PostgreSQL, ഇതെല്ലാം SQL ഡാറ്റാബേസ് ആണ്. ക്ലൗഡ് വന്നതിന് ശേഷം ഒരു വെബ് സ്കെയിൽ അല്ലെങ്കിൽ ക്ലൗഡ് സ്കെയിൽ ഡാറ്റാബേസിന് ഒരുപാട് ഷാർഡിങ്, ഒരുപാട് ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് സിസ്റ്റംസിന്റെ ആവശ്യം വന്നപ്പോൾ അതിലേക്ക് വന്ന ഒരുപാട് NoSQL ഡാറ്റാബേസ് ഫാമിലിയിലുള്ള ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് MongoDB. അതിന്റെ സ്ട്രക്ചർ ഡോക്യുമെന്റ് ഓറിയന്റഡ് ആണ്. JSON ഡാറ്റ ടൈപ്പിലാണ് മെയിൻ ആയിട്ട് ഇതിൽ ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. ബിസോൺ എന്ന് പറയും, അതായത് ബൈനറി JSON ഡാറ്റ ടൈപ്പിലാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അൺലൈക്ക് ട്രഡീഷണൽ ഡാറ്റാബേസിലെ റിലേഷണൽ ഒരു ടേബുലാർ സ്ട്രക്ചറിലല്ല, ഒരു നെസ്റ്റഡ് ഡോക്യുമെന്റ് സ്ട്രക്ചറിലാണ് MongoDB ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്തെ എലമെന്റ് E സ്റ്റാൻഡ്സ് ഫോർ Express.js, which is one of the web application framework for Node.js. Node.js-നകത്തുള്ള ഒരു വളരെ സിമ്പിൾ ആയ എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ് Express.js. മൂന്നാമതായി Angular, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക്. ഏറ്റവും പ്രോമിനന്റ് ആയ 2 ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കുകളിൽ ഒന്നാണ് Angular. രണ്ടാമത്തത് React ആണ്. So all we talk about mean stack here is equally applicable for MERN stack as well. MERN stack എന്ന് പറയുന്നത് റിയാക്ട്, അതായത് ആംഗുലാറിനെ റിയാക്ട് റീപ്ലേസ് ചെയ്യുക, അതല്ലാതെ വേറൊരു വ്യത്യാസമില്ല. So everything applies for MERN stack as well. So Angular എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന കമ്പനിയുടെ അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ്. അവരാണ് അതിന്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ. മൈക്രോസോഫ്റ്റ് അതിന്റെ രണ്ടാമത്തെ ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആണ്. അതുപോലെ ഒരുപാട് കമ്പനികളും ഒരുപാട് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് Angular. ഇനി നാലാമത്തത് Node.js ഇറ്റ്സെൽഫ്, ലൈക്ക് എ ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം, ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ APIs ഡെവലപ്പ് ചെയ്യാനും ഒരു വെബ് ആപ്ലിക്കേഷൻ സെർവറായിട്ട് റൺ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. ഫുള്ളി ജാവാസ്ക്രിപ്റ്റ് ആണ്. ഈ ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റൺ ടൈം ആണ്, ഒരു സെർവർ റൺ ടൈം ആണ്. ഈ ഒരു കോമ്പിനേഷൻ മീൻ സ്റ്റാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് എന്താണ് ഈ മീൻ സ്റ്റാക്ക് ഇത്രയധികം ആൾക്കാർ, ഇത്രയധികം കമ്പനികൾ ഒരുപോലെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? വൈ മീൻ സ്റ്റാക്ക് ഇസ് ദ ഫേവറേറ്റ് ഓഫ് ഡെവലപ്പേഴ്സ് ആൻഡ് ബിഗ് കമ്പനീസ് അലൈക്ക്? ദ മെയിൻ റീസൺ ഈസ് സിംഗിൾ ലാംഗ്വേജ് എക്കോസിസ്റ്റം. ഇപ്പൊ നമ്മൾ മീൻ എന്ന് പറയുന്ന ഈ പഴയ സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ MongoDB, Express.js, Angular, Node.js, ഈ 4 ടെക്നോളജികളിലും ഫുള്ളി ജാവാസ്ക്രിപ്റ്റ് ആണ്. ഈവൻ ഇൻസൈഡ് ദ MongoDB-യിലെ ഡാറ്റ സ്ട്രക്ചർ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ആണ്. ജാവാസ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ Express.js-ഉം Angular-ഉം Node.js ഇതെല്ലാം എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിലെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ്. സോ യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി മെനി ലാംഗ്വേജസ്, യു ജസ്റ്റ് നീഡ് ടു സ്റ്റഡി സിംഗിൾ ലാംഗ്വേജ് ആൻഡ് യു അപ്ലൈ ദ സ്കിൽസ് എൻഡ് ടു എൻഡ് അക്രോസ് ഓൾ ദ tiers or layers. ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻ. ഈ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡിലായാലും ജാവാസ്ക്രിപ്റ്റ് ആണ്, ബാക്ക് എൻഡിൽ ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈവൻ നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസിലെ നമ്മുടെ ഈ ഡാറ്റ സ്ട്രക്ചറും JSON ഡാറ്റ സ്ട്രക്ചറിലാണ് ഈ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ ഫോർമാറ്റ് പോലും JSON, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ആണ്. അതുപോലെ ഡാറ്റാബേസിനകത്തും ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുകൂടാതെ തന്നെ ഹൈ പെർഫോമൻസ് ആൻഡ് സ്കേലബിലിറ്റി. ഇത് വെബിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 റിക്വയർമെന്റ്സ് ആണ്. ഹൈ പെർഫോമൻസ്, ഒരു സെക്കൻഡിൽ കൂടുതൽ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകൾ കൊണ്ട്, മില്ലി സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് റെസ്പോൺസ് കിട്ടണം എന്നുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ടെക്നോളജി സ്റ്റാക്ക് ആണ് ജാവാസ്ക്രിപ്റ്റ്. ആൻഡ് സ്കേലബിലിറ്റി. സോ
because of the non-blocking IO architecture. Non-blocking architecture of Node.js, it provides a high performance and low latency. ഇത് end-to-end, even Angularലും JavaScriptലും അല്ലെങ്കിൽ Node.jsലും ബാക്കെൻഡിലും എല്ലാം ഹൈ സ്കേലബിലിറ്റി ആൻഡ് ഹൈ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഓപ്പൺ സോഴ്സ്. ഇത് ഫുള്ളി ഫ്രീ ആണ്, ആർക്കും ഒരു കാശും കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് end-to-end ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് അജൈൽ ആൻഡ് ഫ്ലെക്സിബിൾ ഡെവലപ്മെന്റ്. ലൈക്ക് നമുക്ക് ചെറുതായിട്ട് വി ക്യാൻ സ്റ്റാർട്ട് സ്മോൾ ആൻഡ് വി ക്യാൻ ഇൻക്രിമെന്റ് ഇറ്ററേറ്റീവ്ലി. നമുക്ക് ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് ഒരു MVP, മിനിമം വയബിൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് പതുക്കെ ആഡ് ചെയ്ത് അത് വളരെ അജൈൽ മോഡലിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാവുന്ന ഒരു ടെക്നോളജി സ്റ്റാക്കാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ ഒരുവിധം എല്ലാ ബിഗ്, സ്മോൾ ടു മീഡിയം ടു ടോപ്പ് or large companies, all these companies are adopting MeanStack as their favorite web application development framework and stack across the projects. So ഇത് already a wide industry adoption ഈ MeanStack-നുണ്ട്, അതുപോലെ തന്നെ MeanStack-നും equally ഉണ്ട്. സോ ഇതെല്ലാമാണ് MeanStack-ന്റെ അഡ്വാൻറ്റേജസ്.